തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സിറോ മലബാർ സഭ മത്സരിക്കാൻ താൽപര്യമുള്ള യുവജനങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് KCYM മാനന്തവാടി രൂപതയുടെ നിർദ്ദേശം. താമരശ്ശേരി, തൃശൂർ രൂപതകളിലും സമാന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിറോ മലബാർ സഭയിലെ ക്രൈസ്തവ സംഘടനകളിൽ അംഗമായവർ മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകും. രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, വ്യക്തികൾക്കാണ് പിന്തുണയെന്നും KCYM മാനന്തവാടി രൂപത പ്രസിഡന്റ് ബിപിൻ ജോസ് പറഞ്ഞു. വാക്കുകളിലേക്ക്. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന നമുക്ക് പല അവകാശങ്ങളും പല സമയങ്ങളിലും ലഭിക്കാറില്ല. അപ്പം അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തദ്ദേശപരമായിട്ട് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പല ഈ പറഞ്ഞ പോലുള്ള പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ന്യൂനപക്ഷം എന്ന രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല, പല കാരണങ്ങളും തടസ്സപ്പെട്ടു പോവുകയാണ്. അപ്പം അത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കാരണമായി നമ്മൾ കാണുന്നു. അപ്പം നമ്മുടെ യുവജനങ്ങൾ അതിലേക്ക് വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. കാരണം അവിടെ ഒരു വോയിസ് നമുക്ക് യുവജനങ്ങൾ എന്ന നിലയിൽ അല്ലെങ്കിൽ ക്രൈസ്തവൻ എന്ന നിലയിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ അതില്ലാതെ വരുന്നതിൻ്റെ കുറവുകൾ ഓരോ ക്രൈസ്തവനും ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സംസ്ഥാന സമിതി വരെ നമുക്ക് ഇതിനോട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KCYM സംസ്ഥാന സമിതി വരെ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരു പദയാത്ര പോലുള്ള കാര്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് യുവജനങ്ങൾ കൂടുതലായിട്ട് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മുൻപോട്ട് ഇറങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടെ വരുന്നുണ്ട്. അപ്പം അതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് KCYM മാനന്തവാടി രൂപത ഈ ഒരു പ്രവർത്തനം കൂടുതലായിട്ട് മുൻപോട്ട് വരുന്നത്. ലിനറ്റ് വർഗീസാണ് വയനാട് ചേരുന്നത്. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം, പിന്തുണ ഉറപ്പാക്കുകയാണ്. KCYMന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ബിപിൻ ജോസിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം ലിനറ്റ്? ഗുഡ് മോർണിംഗ് സേതു. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പങ്കാളിത്തം ഉറപ്പിക്കാനാണ് സീറോ മലബാർ സഭയുടെ തീരുമാനം. വിവിധ രൂപതകളിലായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. KCYM മാത്രമല്ല, മറ്റ് ക്രൈസ്തവ സംഘടനകളും ഇത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പിലാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ്, പിന്നെ അതോടൊപ്പം KCYM പോലുള്ള സംഘടനകളാണ് ഇത്തരത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ മാനന്തവാടി രൂപതയുടെ KCYM ആണ് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുള്ള യുവജനങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ലിസ്റ്റ് ചെയ്യുകയും അതിനുശേഷം അത് സമർപ്പിക്കുകയും വേണമെന്നാണ് ഇപ്പോൾ ഈ KCYMന്റെ സർക്കുലർ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ശബ്ദം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം ഉന്നയിച്ചുകൊണ്ടാണ് KCYM ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. അതോടൊപ്പം സീറോ മലബാർ സഭയിലെ മറ്റു രൂപതകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് താമരശ്ശേരി, തൃശൂർ പോലെയുള്ള രൂപതകളൊക്കെ തന്നെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം ക്രൈസ്തവരുടെ വോട്ടുകൾ ഉറപ്പുവരുത്തുവാൻ വേണ്ടി വോട്ട് ചേർക്കലും, അതായത് ഇനി ആരെങ്കിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താനായി ഇടവക തലങ്ങളിൽ നിന്ന് വോട്ടുകൾ ചേർക്കുവാനുള്ള നടപടിയും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ ക്രൈസ്തവ ഈ സിസ്റ്റർമാരുടെയൊക്കെ തന്നെ വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരങ്ങൾ വിഷയങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി യുവജനങ്ങളുടെയും ക്രൈസ്തവരുടെയും ശബ്ദം ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി തന്നെ ആളുകൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൈസ്തവ നേതാക്കളെ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇവർ പിന്തുണ നൽകുന്നില്ല, മറിച്ച് ക്രൈസ്തവ സംഘടനകളിൽ പങ്കാളിത്തമുള്ള ആളുകളെയാണ് ഇവർ പിന്തുണയ്ക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മാനന്തവാടി രൂപതയുടെ KCYM പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ മറ്റു രൂപതകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മത്സരിക്കാൻ താല്പര്യമുള്ള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന യുവജനങ്ങളെയും അതോടൊപ്പം മറ്റ് അൽമായരെയും ഒക്കെ തന്നെ കണ്ടെത്തുവാനാണ് നിർദ്ദേശം. ഇവരാരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ പിന്തുണ നൽകുവാനാണ് സീറോ മലബാർ. ശരി, ലിനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിന് ഒരുങ്ങുക തന്നെയാണ്, പങ്കാളിത്തം ഉറപ്പുവരുത്തുക തന്നെയാണ് സീറോ മലബാർ സഭ. ഇപ്പോൾ ലിനറ്റ് പറഞ്ഞതുപോലെ യുവജന പങ്കാളിത്തമുള്ള KCYM മാത്രമല്ല, പല സംഘടനകളും ഇങ്ങനെ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ ഒരുങ്ങുന്നു, നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ ലിനറ്റിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.